നമ്മളങ്ങനെ ഉള്ളത് ഒങ്കൂള് എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്താണ്. അതായത് കടപ്പ പിന്നെ നെല്ലൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിന് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഡിഫറൻ്റ് ഉണ്ട് ഈ ഒങ്കൂൾ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. വിജയവാഡയ്ക്ക് ഇവിടുന്ന് ഏകദേശം 126-150 കിലോമീറ്ററിൻ്റെ ഇടയിലുണ്ട്. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ അതായത് ഒന്ന് ഫ്രഷ് ആവണമെന്ന് എഴുതിയിട്ട് വന്നാണ്, മാലിക്കിനൊക്കെ ഒന്ന് കേൾക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. പ്രകൃതിരമണീയമായിട്ട് കൃഷിയിടങ്ങൾ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പാലാണ്. ആ പാലം ഇങ്ങനെ അവിടെ നിന്ന് ഒരു സ്ട്രെച്ചിങ്ങിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആ തലക്കലായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ വരുമ്പോൾ ഭയങ്കര രസമാട്ടാ. അതിൻ്റെ അടിയിൽ ട്രെയിൻ വരും. ഇപ്പോൾ കാണില്ല. ഈ ഒരു ചുറ്റുപുറം നോക്കിയിട്ടാ ഒഴിഞ്ഞ് കിടക്കണ്. ആ കാണുന്ന ഏരിയയാണ് ഒങ്കോൾ എന്ന് പറഞ്ഞ ടൗണിൻ്റെ ഒരു പ്രദേശം. അവിടെ മൊത്തം ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിന് ആ പോകണിട്ടോ അവിടെ. അതാ ട്രെയിൻ ഇങ്ങനെ അവിടെ പോകുന്നുണ്ട്. അതിങ്ങനെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകണത് കാണാൻ ഭയങ്കര രസമാണ്. അതാ ട്രെയിൻ ഇങ്ങനെ പോണതും ആ പാലും പിന്നെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളും ഭയങ്കര വൈബ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പാലത്തിൻ്റെ മേലെയാണ്. ഇവിടെ നിന്നുള്ള വിഷയം കൂടി നമുക്ക് നോക്കാം. കണ്ടോ കാണി. ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ പാലം തീർന്നിട്ടാ. പക്ഷെ രസം എന്താണെന്നറിയോ, ആ കാണുന്ന ലൈനിൽ മൊത്തം ബിൽഡിങ്ങുകളാണ്. ആ കാണുന്ന ഏരിയയിൽ മൊത്തം ബിൽഡിങ്ങുകൾ. ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന തരിശു ഭൂമികളും കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. പല വിളവുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ആ ഒരു ഏരിയ മൊത്തം കണ്ടിട്ട് മൊത്തം ബിൽഡിങ്. അങ്ങനെ ആ ലൈനിൽ മൊത്തം ബിൽഡിങ്ങുകളാണ്. അവിടെയൊക്കെ ബിൽഡിങ്ങുകളാണ് കൂടുതലായിട്ട്. ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒരു ഭൂപ്രദേശം പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കൃഷിയിടങ്ങളാണ് കേട്ടോ. ഈ കാണുന്നത് അവിടെയൊക്കെ കൃഷിയിടങ്ങളാണ്. അങ്ങനെ നമ്മൾ ആ പാലം പിന്നിട്ടിട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഫ്ലാറ്റുകൾ, ബിൽഡിങ്ങുകൾ, കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഒരു ഏരിയയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ ഒരുപാട് കമ്പനികളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിർത്താൻ കാരണം ഈ ഒരു സെർച്ചാണ്. ആ സെർച്ചിൻ്റെ ഒരു രൂപരേഖ നോക്കിയിട്ടാ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ തോന്നുന്നുണ്ട്. കുറച്ച് വിട്ടുനിന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് രസം കേട്ടോ. ഒരു സ്റ്റാറിൻ്റെ മാതൃകയായിട്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്ത്. അതായത് ഇങ്ങനത്തെ ഒരു സെർച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ കണ്ടാണ് ഒരാളിൽ കൂടുതൽ ഹൈറ്റായിട്ടുള്ള ഏതെന്ത് സംഭവം എന്നറിയില്ല മതിലുകൾ ഉണ്ടാക്കി നോക്കുകയാണ് ചെടികൾ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ചെടികൾ വെച്ചിട്ട് ഡിസൈന് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ വൻ സെറ്റപ്പിലുള്ളൊരു സെർച്ചാണെന്ന് തോന്നുന്നുണ്ട്. ബോർഡ് വെച്ചിരിക്കുന്നത് കലവറി ടെമ്പിൾ എന്നാണ് കേട്ടാ. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കണ്ടില്ലേ കൃഷിയിടങ്ങൾ ഉഴുതി മറിച്ചിട്ടിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ അപ്പുറത്തൊക്കെ ട്രാക്ടർ ഉണ്ട്, കാളനെ കൊണ്ട് പൂട്ടുന്നുണ്ട്. കുറേ ആളുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൻ റോഡാണ്. മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ. സൈഡിലേക്ക് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്ങുകൾ ഒരു കൂട്ടം ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് കുറച്ച് മുന്നിൽ പോയി കഴിഞ്ഞാൽ അങ്കോളി എന്നുള്ളൊരു സിഗ്നൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ബോർഡ് കാര്യങ്ങളൊക്കെ. ഒരു പാലത്തിൻ്റെ അടിയിൽ നോക്കിയിട്ടാ അടിപൊളിയായിട്ട് നമ്മളെ മഹാത്മാക്കളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ ഫില്ലറിലും അതിഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.